ഡിജിറ്റൽ റവന്യൂ കാർഡ് നവംബർ മാസത്തിൽ പുറത്തിറക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൊട്ടിപ്പാൾ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഡിജിറ്റൽ റീസർവേ കഴിഞ്ഞ വില്ലേജുകളിൽ നിന്നാണ് കാർഡ് നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്നത്. ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കേണ്ട ഭൂമി, കെട്ടിടം, ബാധ്യത സംബന്ധമായ സേവനങ്ങളെല്ലാം ATM കാർഡ് രൂപത്തിൽ 10 അക്ക ഡിജിറ്റൽ നമ്പറിലുള്ള കാർഡിലൂടെ അറിയാൻ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 2019-20 പ്ലാൻ സ്കീമിൽ ഉൾപ്പെടുത്തി 44 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് മുകുന്ദപുരം താലൂക്കിന് കീഴിൽ വരുന്ന തൊട്ടിപ്പാൾ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. തൊട്ടിപ്പാൾ KSUP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് എന്നിവർ വിശിഷ്ടാതിഥികളായി. തൃശൂർ കേരള സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ സതീർ ദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ PT കിഷോർ, റീന ഫ്രാൻസിസ്, പഞ്ചായത്ത് അംഗങ്ങളായ ദിനേശ് വെള്ളപ്പാടി, ഷീബ സുരേന്ദ്രൻ, ഐശ്വര്യ അനീഷ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് T മുരളി, മുകുന്ദപുരം തഹസിൽദാർ സമീഷ് സാഹു, റവന്യൂ ഡിവിഷണൽ ഓഫീസർ P ഷിബു, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ റവന്യൂ വകുപ്പിനുണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങൾ എത്രയേറെ വിമർശനങ്ങൾക്ക് നടുവിലും അഭിമാനപൂർവ്വം നമുക്ക് ഉയർത്തിപ്പിടിക്കാവുന്നതാണ്. കേരളത്തിലെ റവന്യൂ വകുപ്പ് മറ്റു വകുപ്പുകളിൽ നിന്ന് പ്രകടമായിട്ടുള്ള വ്യത്യാസമുള്ളൊരു വകുപ്പാണ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം അത് ഞാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് എന്നുള്ളത് കൊണ്ടല്ല. കേരളത്തിലെ ഏതെങ്കിലും ഒരു സാധാരണ വകുപ്പിൻ്റെ മുന്നിലൊരു പരാതിയുമായി ചെന്നാൽ ആ പരാതി പരിശോധിക്കാൻ കേരളത്തിലെ ബന്ധപ്പെട്ട വകുപ്പ് അതിൻ്റെ നിയതമായിട്ടുള്ള നിയമാവലി മാത്രം പരിശോധിച്ചാൽ മതിയാണ്. എന്നാൽ റവന്യൂ വകുപ്പ് തന്നെ പുറത്തിറക്കിയ 116ഓളം നിയമങ്ങളും അതിൻ്റെ ചട്ടങ്ങളും കോടതി വിധികളും ഇടക്കാല ഉത്തരവുകളും ചട്ട ഭേദഗതികളും ഒക്കെ പരിശോധിക്കുന്നതിനോടൊപ്പം ഒരു സേവന വകുപ്പ് എന്ന നിലയിൽ മറ്റു വകുപ്പുകൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ